നമസ്കാരം. ഒരു നിമിഷം നിങ്ങൾ ഓരോരുത്തരും ഇതൊന്ന് ശ്രദ്ധിക്കണം. ബഹുമാനനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സ്വപ്ന പദ്ധതികളിലൊന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കറൻസി രഹിത പണമിടപാടുകൾ. ഈ കറൻസി രഹിത പണമിടപാടുകൾ രാജ്യത്തെമ്പാടും വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നാം ഈ രീതിയിൽ വാങ്ങുമ്പോൾ ആരംഭഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള റിബേറ്റുകളും നൽകി വന്നിരുന്നു. വലിയ പ്രതികരണങ്ങളാണ്, ലക്ഷക്കണക്കിന് ആളുകളുടെ അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളാണ് രാജ്യത്തെമ്പാടും ഈ സംവിധാനത്തോട് ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളറിയാതെ ബാങ്കുകൾ അധിക നികുതി അല്ലെങ്കിൽ സർവീസ് ചാർജുകൾ ഈടാക്കി നമ്മളെ ചതിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ജനുവരി മാസം 2017 ജനുവരി മാസം 23 കേരളത്തിലെ കോട്ടയം ജില്ലയിൽ നിന്നും എൻ്റെ സ്വകാര്യ വാഹനത്തിലെ ആവശ്യത്തിനായി 2000 രൂപയുടെ ഡീസൽ വാങ്ങുകയുണ്ടായി. ആ ഡീസൽ വാങ്ങിയ സമയത്ത് ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ആ പമ്പിലുണ്ടായിരുന്ന ഡെസ്ക്ടോപ്പ് POS സ്വൈപ്പിംഗ് മെഷീനിൽ സ്വൈപ്പ് ചെയ്തുകൊണ്ട് 2000 രൂപയുടെ പേയ്മെൻറ്റ് നടത്തി. അപ്പോൾ ഈ സംവിധാനങ്ങൾ ചെയ്യുന്ന ദിവസം 23 ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വളരെ യാദൃശ്ചികമായ ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ബാങ്കുമായി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ഞാൻ ബന്ധപ്പെടുന്ന സമയത്ത് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയുണ്ടായി. ഞാൻ ആ സമയത്ത് അതിൽ 25 യാതൊരു മുന്നറിയിപ്പും കൂടാതെ എൻ്റെ അക്കൗണ്ടിൽ നിന്നും 57 രൂപ 50 പൈസ പെട്രോൾ വാങ്ങിയതിന്, 23 പെട്രോൾ വാങ്ങിയതിന് സർചാർജായി ബാങ്ക് ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാങ്കിൻ്റെ ഒരു ഹിഡൻ ചാർജ് ആയിരിക്കാം, ബാങ്ക് ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്. 2000 രൂപയുടെ ഡീസൽ വാങ്ങിയതിന് 2057 രൂപ 50 പൈസ ഫലത്തിൽ എനിക്ക് ചിലവായിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി ബാങ്കിൻ്റെ മാനേജർ പേഴ്സണൽ ബാങ്കിങ്ങിനെ ഞാൻ കാണാൻ ചെന്നപ്പോൾ വളരെ നിരാശ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ആ ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ ചീഫ് മാനേജറെ സമീപിക്കുകയും റിട്ടേണായി പരാതി കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം ഈ അധികമായി പിടിച്ച സർചാർജ് 57 രൂപ 50 പൈസ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എനിക്ക് തിരികെ നൽകി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രാജ്യത്തെമ്പാടും ബാങ്കിലൂടെ ഡിജിറ്റലൈസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എടുത്തു വെച്ച് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചില്ല എങ്കിൽ, ബാങ്കുകൾ 3-4 ദിവസത്തിന് ശേഷം അധികമായി നമ്മളുടെ കയ്യിൽ നിന്ന് സർചാർജ് വാങ്ങുന്നുണ്ടോ? നമ്മൾ ഓരോ ആളുകളും വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടുന്ന ഒരു കാര്യമാണിത്. എല്ലാ ആളുകളും ഇത് പരമാവധി ഷെയർ ചെയ്ത് ഈ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഇനി കൂടുതൽ രാജ്യത്തെമ്പാടും ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് എത്ര കോടി രൂപയാണ് ആളുകൾക്ക് ഇങ്ങനെ നഷ്ടം വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. സർചാർജുകളോ മറ്റ് ചാർജുകളോ ഒന്നും ഈടാക്കാൻ ബാങ്കിന് അനുമതിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ അനുമതിയുണ്ട് എങ്കിൽ ബാങ്ക് ഒരിക്കലും ആ ഈടാക്കിയ പണം നമുക്ക് തിരികെ നൽകില്ലായിരുന്നു. യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് ബാങ്ക് ഈ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്നുള്ളതാണ് മറ്റൊരു കാര്യം. 2000 രൂപയുടെ ഡീസൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായ SMS വന്നിരുന്നു എനിക്ക്. പക്ഷേ ഈ 57 രൂപ 50 പൈസ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായ സമയത്ത് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് വന്നുമില്ല. വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഡെബിറ്റ് അക്കൗണ്ടിൽ നിന്ന് നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിച്ചത്. അതിനുശേഷം പരാതി അതിശക്തമായിട്ട് രീതിയിൽ മുമ്പോട്ട് പോവുകയും ആ പരാതി കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് എനിക്ക് ആ എമൗണ്ട് തിരിച്ചു കിട്ടിയത്. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, ഇതുപോലുള്ള ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കുമ്പോൾ ഓരോ ആളുകളും ശ്രദ്ധ വെച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് നടത്തുക. ബാങ്കിൻ്റെ കബളിപ്പീരിൽ നമ്മൾ ഒരു ഭാഗമാകാതിരിക്കുക. നന്ദി, നമസ്കാരം.